കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പക്ഷേ അർജുനേട്ടൻ അങ്ങനെ പറയരുതെന്ന എന്റെ അഭ്യർത്ഥന. ശാലിനി, ഇത് വഴിവാണിഭ കടയിൽ നിന്ന് മുത്തുമാല വാങ്ങുന്നതും കമ്മലും ജിമിക്കയും തിരഞ്ഞെടുക്കുന്നത് പോലല്ല. ഭർത്താവായി കൂടെ ജീവിക്കുന്ന ആളുടെ കാര്യമാണ്. ജീവിതാവസാനം വരെ ഒപ്പമുണ്ടാവേണ്ട ആളുടെ കാര്യം. വഴിതെറ്റിപ്പോകുന്നവരെ ചിലപ്പോൾ നമുക്ക് നേരെ നടത്താനാവും. എന്നാൽ നശിക്കാൻ തീരുമാനിച്ചുറപ്പിച്ച് നടക്കുന്നവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുപോലൊരു ജന്മ ആ ബാലചന്ദ്രൻ്റെത്. ആ അവനെ തന്നെ വേണോ നിനക്ക് നിന്റെ ഭർത്താവായിട്ട്? എനിക്ക് മുന്നിൽ ഇപ്പൊ വേറൊന്നുമില്ല അർജുനേട്ടാ. ശാരികയുടെ വിവാഹം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞുള്ള കാര്യങ്ങള് പിന്നീട് മാത്ര. എനിക്ക് വേണ്ടി നീ അങ്ങനെ ത്യാഗമൊന്നും ചെയ്യണ്ട. ചെയ്യാതിരിക്കാം. പക്ഷെ ശാരികേച്ചിക്ക് അങ്ങനെ ഒറ്റ വാക്കിൽ തള്ളിക്കളയാനാവോ ആ രാജീവ് സാറിന്? സത്യം പറയണം. അഥവാ രാജീവ് സാറിനെ ചേച്ചി വേണ്ടെന്ന് വെച്ചാൽ തന്നെ അത് മറ്റൊരു ത്യാഗമല്ലേ ഈ കുടുംബത്തിന് വേണ്ടി? കൂടാതെ വേറൊരു വിവാഹത്തിന് സമ്മതം മൂളാൻ പറ്റുമോ ശാരികേച്ചിക്ക്? പിന്നെ അതുകൊണ്ടിപ്പോ ഞാൻ ഈ ചെയ്യുന്നത് വലിയ ത്യാഗമാണെന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. നമ്മൾ 3 മക്കളെ ഇവിടെ എത്തിക്കാൻ അമ്മ സഹിച്ച ത്യാഗത്തിനപ്പുറം മറ്റൊന്നുമില്ല ഈ ലോകത്ത്. ആ അമ്മയ്ക്ക് മുന്നിൽ ഒരു നിത്യ ദുഃഖമായി മൂത്ത മകൾ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതാ ഞാൻ ഈ തീരുമാനമെടുത്തത്. ശാലിനി, ഒരു വിവാഹമാണ് വേണ്ടതെങ്കിൽ ഞാൻ കൊണ്ടുവരാം വേറെ നല്ല പയ്യന്മാരെ. അയാള് പറഞ്ഞതുപോലത്തെ കെട്ടുകഥകളും നുണക്കഥകളും വിശ്വസിക്കാത്ത ആൾക്കാരെ. നമുക്ക് ആ വഴിക്കെങ്ങാനും. ഞാൻ വാക്ക് കൊടുത്തുപോയി അർജുനേട്ടാ. അത് ആരോട് ചോദിച്ചിട്ടാന്ന് ചോദിക്ക അർജുന. ശാലിനിയുടെ തീരുമാനങ്ങളുടെ ഉറപ്പും കരുത്തും എനിക്കറിയാം. അതുകൊണ്ട് കൂടുതൽ വീഴ്പ്പൊന്നും നമുക്ക് അലക്കണ്ട. എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ ശാലിനിയോട്. പറയ്, ഇത് അവസാനത്തെ തീരുമാനമാണോ നിന്റേത്? അതെ, അവസാനത്തെ തീരുമാനം. ഞാൻ ബാലചന്ദ്രനെ വിവാഹം കഴിക്കും. ശരി, ഓക്കെ. എങ്കിൽ എനിക്കും ഒരു തീരുമാനം അറിയിക്കാനുണ്ട്, നിന്നോടും ഈ കുടുംബത്തോടും. ബാലചന്ദ്രനും ശാലിനിയുമായുള്ള വിവാഹത്തിന് അർജുൻ ശങ്കറിന്റെ സഹായമോ സഹകരണമോ സാന്നിധ്യമോ ഉണ്ടാവില്ല. അതാണ് എന്റെ തീരുമാനം. അർജുനേട്ടന്റെ ഇഷ്ടം, എനിക്കൊന്നും പറയാനില്ല. മോളെ, ശരി. മോനെ, മോനെ അർജുൻ, മോനെ. പിണക്കി വിട്ടോടി നീ. ആപത്തിൽ ആശ്രയമായിട്ടുള്ളവരെ പോലും. എപ്പോഴെങ്കിലും പിരിഞ്ഞു പോകാനുള്ളവരല്ലേ അമ്മ കൂടെയുള്ളവരെല്ലാം. ഇത് ശാലിനിയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണെന്ന് കരുതിയാൽ മതി. ഇനിയും ശ്രമിക്കരുത് ശാലിനിയുടെ മനസ്സ് മാറ്റാനെന്ന് മാത്രം. എന്താ ചേച്ചി കാണണം പറഞ്ഞേ? അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ മോൾ എനിക്കൊരു വാക്ക് തന്നിരുന്നു. ശാലിനിയെയും വിഷ്ണുവിനെയും പിരിക്കാനുള്ള യുദ്ധത്തിന് എന്ത് സഹായവും ചെയ്യാമെന്ന്. ആളായോ അർത്ഥമായോ ആയുധമായോ എന്തും. ആ വാക്കിന് ഇപ്പോഴും ഒരു മാറ്റമില്ല ചേച്ചി.
ചേച്ചി പറഞ്ഞാ മതി. ഈ യുദ്ധത്തിന് മോൾക്ക് മോളുടെ വഴി, എനിക്ക് എന്റെ വഴി. അങ്ങനെയായിരുന്നു അന്നത്തെ തീരുമാനം. പക്ഷെ ഇപ്പോ ഒരിഞ്ച് ജയിച്ചു നിൽക്കുന്നത് ഞാനാ. അതെങ്ങനെ? ശാലിനിയുടെ വിവാഹം നിശ്ചയിച്ചു. വാട്ട്? വിവാഹം നിശ്ചയിച്ചോ? ആരുമായിട്ട്? ലോകത്താരും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് വരൻ. എന്റെ അനിയൻ ബാലചന്ദ്രൻ. ഓ മൈ ഗോഡ്, ദാറ്റ്സ് ഇംപോസിബിൾ. ചേച്ചി, എനിക്ക് മനസ്സിലാവാത്തത്, ശാരദയുടെ മക്കളുടെ നാശമാണ് ചേച്ചിയുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിയുടെ അനിയൻ തന്നെ ശാരദയുടെ മകളെ കല്യാണം കഴിക്കുന്നത് എങ്ങനെയാ? അതും ആ മരം കയറി ശാലിനിയെ വീട്ടിൽ വിളിച്ച് കയറ്റിയിട്ട് ചേച്ചിക്ക് ചേച്ചിയുടെ ലക്ഷ്യം സാധിക്കാൻ പറ്റുമോ? ലക്ഷ്യത്തിലൊന്നും ഒരു മാറ്റവും ഇല്ല സുസ്മിതെ. ഇത് വെറും വെടക്കാക്കി തനിക്കാക്കലല്ല, തനിക്കാക്കി വെടക്കാക്കുന്ന ഒരു മറുനാടൻ മരണക്കെണിയ. അട്ടയുടെ കണ്ണും കുതിരയുടെ കൊമ്പും കൂടിച്ചേർന്ന ജന്മ എന്റെ അനിയൻ ബാലചന്ദ്രന്റേത്. ഒരു ചേച്ചി പറയാൻ പാടില്ലെങ്കിലും പറയാൻ ഞാൻ, അവനൊരു പക്ക ഫ്രോഡാ. ഈ കല്യാണത്തോടെ ശാലിനിയുടെ ജീവിതം തകരുമെന്ന് അർത്ഥം. വെരി ഗുഡ്, അത് കൊള്ളാം. അങ്ങനെ ഒരുത്തൻ തന്നെയാ ശാലിനിക്ക് പെർഫെക്റ്റ് മാച്ച്. അപ്പോ എന്താ ചേച്ചിയുടെ അജണ്ട? അത് പറഞ്ഞില്ല. ശാരദയുടെ കുടുംബത്തിൽ ബാലചന്ദ്രൻ മരുമകനായി കയറിപ്പറ്റിയാൽ പിന്നെ എല്ലാം എന്റെ വരുതിയിലാവും മോളെ. വീടോ ഭൂമിയോ ഹോട്ടലോ അവർക്കുള്ളത് എന്തായാലും ചുളുവിൽ സ്വന്തമാക്കിയിട്ട് നാലിനെയും കൂട്ടിക്കെട്ടി പെരുവഴിയിൽ ഉരുട്ടി എറിയും ഞാൻ. അത് തന്നെയാ എന്റെ ഒരേ ഒരു അജണ്ടയും. ബെസ്റ്റ്. ചേച്ചിക്ക് ഞാൻ വിചാരിച്ചതിനേക്കാളും ബുദ്ധിയുണ്ട്. അല്ല, ഇത്രയും ബുദ്ധിയുള്ള ചേച്ചിക്ക് എന്തിനാ ഇപ്പൊ എന്റെ സഹായം? പറയാം. ശാലിനിയുടെ കല്യാണം കഴിയുക എന്ന് വെച്ചാ സുസ്മിതയ്ക്ക് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും എന്നറിയാലോ. അതുകൊണ്ട് തന്നെ ശാലിനിയുടെ കല്യാണം കഴിഞ്ഞു കിട്ടാൻ സഹായിക്കേണ്ടതും സുസ്മിത തന്നെയാ. അതിനിപ്പോ ശാലിനിയുടെ കല്യാണത്തിന് എന്താ തടസ്സം? അതിനവള് സമ്മതം മൂളിയതല്ലേ? അവള് സമ്മതമൊക്കെ തന്നു. പക്ഷെ ശാലിനിയുടെയും ബാലചന്ദ്രന്റെയും സമ്മതം മാത്രം പോരല്ലോ നമുക്ക്. പിന്നെ വിഷ്ണുവേട്ടനെയാണോ ഉദ്ദേശിച്ചത്? അതെ. ശാലിനിയുടെ കല്യാണം നടക്കുമ്പോ അവൻ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നു തോന്നുന്നുണ്ടോ സുസ്മിതയ്ക്ക്? പക്ഷേ നിശ്ചയം നടത്തുന്ന കാര്യം ഭാമാന്റി പറഞ്ഞപ്പോ വിഷ്ണുവേട്ടൻ മറുത്തൊന്നും പറഞ്ഞില്ലല്ലോ. അത് ശാലിനി അവനെ തള്ളി പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. കാരണം വിഷ്ണു മുക്കാൽ ചക്രത്തിന്റെ ഒരു ഗുണ്ട മാത്രമാണെന്നാ ഇപ്പൊ ശാലിനി ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ആ തെറ്റിദ്ധാരണ മാറ്റാൻ അവൻ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ടാവും. നാളെ അവർക്കിടയിലുള്ള ആ തെറ്റിദ്ധാരണ നീങ്ങുകയും വിഷ്ണുവിന് തന്നോടുള്ള ഇഷ്ടം ശാലിനി തിരിച്ചറിയുകയും ചെയ്താൽ നമ്മൾ ഈ കെട്ടിയ മനക്കോട്ടയൊക്കെ പൊട്ടി തകർന്ന് വീഴൂന്നുള്ളത് ഉറപ്പാ. കറക്റ്റാ. പക്ഷേ അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാ ചേച്ചി പറയുന്നത്? പലിശപ്പിരിവിനും വണ്ടിക്കച്ചവടത്തിനും ഒക്കെയായി വിഷ്ണുവിനൊരു ഗുണ്ടാപ്പടയുള്ള കാര്യം സുസ്മിതയ്ക്ക് അറിയാലോ. അവര് കല്യാണം മുടക്കാൻ ശ്രമിച്ച എന്റെയോ ഗോപാലേട്ടന്റെയോ കയ്യിൽ നിൽക്കില്ല. ബാലചന്ദ്രനാണെങ്കിൽ ഒരു പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടാ മതി ഓടാൻ. അതുകൊണ്ട് അങ്ങനൊരു റിസ്ക് ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ വിഷ്ണുവേട്ടനെ തടയാൻ സഹായം തേടേണ്ടത് എന്റെ അടുത്തല്ല ചേച്ചി. സത്യഭാമ ഒരാള് വിചാരിച്ചാൽ മാത്രമേ ചേച്ചി ഉദ്ദേശിച്ചത് നടക്കൂ. പക്ഷെ വിഷ്ണു ശാലിനിയും തമ്മിലുള്ള അടുപ്പം പറഞ്ഞ് ഞാൻ ഇനിയും അങ്ങോട്ട് ചെന്നാ? ഓ, ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. അവളും ബാലേന്ദ്രനുമായിട്ടുള്ള കല്യാണം പോലെ ഞാനും വിഷ്ണുവേട്ടനുമായിട്ടുള്ള കല്യാണം അങ്ങ് നടന്നോളും. ഇലയ്ക്കും മുള്ളിനും കേടുവരില്ല എന്ന് ഉറപ്പ്. അതുകൊണ്ട് ബാലചന്ദ്രന്റെയും ശാലിനിയുടെയും കല്യാണം മുടക്കാൻ ശ്രമിക്കുന്ന തെമ്മാടികളിൽ നിന്നും സംരക്ഷണം വേണം എന്ന് പറഞ്ഞ് ചേച്ചി ഭാമാന്റിയെ കണ്ടാ മതി. സംഗതി വർക്കൗട്ട് ആവുന്ന ഉറപ്പാ. അത് ശരിയാ. അപേക്ഷയുമായി ചെല്ലുന്നവരെ ഉപേക്ഷിക്കില്ല സത്യഭാമ. കറക്റ്റ്. ഈ വിവാഹം സംരക്ഷിക്കാൻ അപ്പോ ഭാമാന്റി ആരെയാവും ഈ ജോലി ഏൽപ്പിക്കാന്ന് അറിയോ ചേച്ചിക്ക്? വിഷ്ണുവിനെ തന്നെ. That's the point. അത് തന്നെയാ എനിക്ക് വേണ്ടതും. അതോടെ വിഷ്ണുവേട്ടന്റെയും കൂട്ടുകാരുടെയും കൈയും കാലും കെട്ടപ്പെടും. സ്വന്തം ഭാര്യയാകുന്ന സ്വപ്നം കണ്ട പെൺകുട്ടിയുടെ കഴുത്തിൽ മറ്റൊരുത്തൻ താലി കെട്ടുന്നതിന് കാവലും സംരക്ഷണവും കൊടുത്തു നിൽക്കും പിന്നെ ഈ വിഷ്ണു.
അത് കാണാൻ ഞാനും വരും ആ കല്യാണത്തിന്. താങ്ക് യു വെരി മച്ച് ചേച്ചി. ഇതിനേക്കാ വലിയൊരു സന്തോഷം എനിക്ക് വേറെ കിട്ടില്ല. താങ്ക് യു വെരി മച്ച്. ശാലിനി IASന്റെ പെരുമ പറഞ്ഞ് ഒരുപാട് ചവിട്ടി താഴ്ത്തിയതാ വിഷ്ണു ഈ സുസ്മിതയെ. പിന്നെ ആകെയുള്ളത് ഒരു ഇന്റർവ്യൂ, അതും ട്രെയിനിങ്ങും കൂടി കഴിഞ്ഞ് ജില്ലാ കളക്ടറിന്റെ കാറിൽ ശാലിനി ഇങ്ങനെ വന്നിറങ്ങുന്നത് കാണുമെങ്കിലേ അപ്പോയിന്റ്മെന്റ് എടുത്ത് ക്യൂ നിൽക്കേണ്ടി വരും, നീ അടക്കമുള്ളവർക്ക്. അതേ വിഷ്ണുവിന്റെ ശാലിനിയെ കുറിച്ചുള്ള സ്വപ്നങ്ങളും അവളുടെ IAS മോഹങ്ങളും ഒരുമിച്ചെരിയുന്ന ചിതയായി മാറും ആ കല്യാണ മണ്ഡപം. അതിന് ദൃക്സാക്ഷിയാവാൻ ഈ സുസ്മിതയും. ചോര കുടിച്ച് ജീവിക്കുന്ന അത്തകൾക്ക് ഞാൻ എന്റെ മോളെ പിടിച്ച് കൊടുക്കില്ല. പിച്ചക്കാർക്കോ കുഷ്ഠരോഗികൾക്കോ ഞാൻ എന്റെ മോളെ പിടിച്ച് കൊടുത്താലും നിനക്ക് ശാരദയുടെ മക്കളെ ആരെയും കിട്ടില്ല എന്നർത്ഥം. ഹലോ മാഡം, ശാരദാമ്മ. അമ്മേ, അമ്മേ, എന്താ നിനക്ക് വേണ്ടത്? ഒന്നും വേണ്ട. എന്താ എന്റെ പൊന്നമ്മയ്ക്ക് പറ്റിയെന്ന് മാത്രം പറഞ്ഞാ മതി. ഓ, എനിക്കൊന്നും പറ്റിയില്ല. അല്ലെങ്കിൽ തന്നെ അതൊക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നേ? നിന്റെയൊക്കെ തോന്നിയാസം ഇവിടെ നടക്കുന്നുണ്ടല്ലോ, അതിന്റെ സന്തോഷം അങ്ങ് ആഘോഷിച്ചാ മതി. എന്നെ ശല്യം ഞാൻ വരണ്ട. ഓ, എന്റെ അമ്മേ, ഞാൻ സാധനമൊക്കെ താഴെ പോവും. ഇനി വിടാനല്ലേ പറഞ്ഞത്? തരാനല്ലേ പറഞ്ഞ? തരാൻ നിന്റെയൊക്കെ കളിപ്പിള്ളയാണോ ഞാൻ? അങ്ങോട്ട് തരാനല്ലേ പറഞ്ഞ? അല്ല പിന്നെ അമ്മ ദേ ഇവിടെ വന്നിരുന്നേ. ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? എന്തിന്റെ അസുഖം നിനക്ക്? സോറി, നേരെ തിരിച്ചേ. അമ്മയ്ക്ക് എന്തിന്റെ അസുഖാന്നാ എനിക്ക് ചോദിക്കാനുള്ളത്. അമ്മ എന്താ കുറച്ചു നേരമായിട്ട് മിണ്ടാത്ത? ഞാൻ മിണ്ടിയിട്ടും പറഞ്ഞിട്ടും എന്തിനാ? നിന്റെയൊക്കെ തന്നെ ഇഷ്ടമല്ലേ ഇവിടെ നടക്കുന്നേ? ഞാൻ ഈ വീട്ടിലെന്നും ഒരു അധികപ്പറ്റ. നിനക്കൊക്കെ സമയാസമയത്ത് വച്ചു വിളമ്പിയും തുണി നനച്ചും തൂത്ത് വൃത്തിയാക്കിയും ഒരു മൂലയിൽ കിടന്ന് ഉറങ്ങുന്ന ജോലിക്കാരി മാത്രം. മതി. ആ ബാലചന്ദ്രനുമായിട്ട് ഞാൻ കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞ എന്റെ റിയാക്ഷനാ ഇത്. സത്യം പറയട്ടെ, ഇങ്ങനെയുള്ളൊരു മുഖം വീർപ്പിക്കലും ബലം പിടിക്കലും ഒന്നും അല്ല. ഇതിനേക്കാളും വലിയ ഇടിയും മിന്നലും ഒക്കെയാ ഞാൻ പ്രതീക്ഷിച്ചത്. വേണമെങ്കിൽ പതിവ് പോലെ ഒരു പെരുമഴയും കൂടി ആവായിരുന്നു. നിർത്തടി. നിനക്കിതൊക്കെ വെറും തമാശ മാത്ര അല്ലേടി? തെറ്റ്. തമാശയല്ല, ഇത് ജീവിതമാണെന്ന് നല്ല ബോധമുള്ള ആള് തന്നെയാ ഞാൻ. ഒരു പക്ഷേ അമ്മയടക്കം മറ്റെല്ലാരെക്കാളും. അതെ, കഴുത്തില് താലി കയറാൻ പോകുന്നത് എന്റെ കഴുത്തിലല്ലേ? പിന്നെ എന്തിനാടി ആ വൃത്തികെട്ട ദുഷ്ടനുമായിട്ട് കല്യാണത്തിന് സമ്മതിച്ചത്? നിന്റെ ജീവിതം എവിടെ എത്തി നിൽക്കുമെന്ന് വല്ല ഊഹമുണ്ട് നിനക്ക്? ഉണ്ട്. ഇല്ല, ഒരിക്കലും ഇല്ല. മറ്റാരുമായിട്ടാണ് നിന്റെ വിവാഹമെങ്കിലും എനിക്ക് ഇത്ര സങ്കടം വരില്ലായിരുന്നു. പക്ഷെ അവൻ, ആ സാമദ്രോഹി, ശാരദയുടെ മക്കളെ മുമ്പേ നോട്ടമിട്ടതായിരുന്നു. ഒരിക്കൽ അവൻ എന്റെ മുഖത്ത് നോക്കി അത് പറയുകയും ചെയ്തതാ, വേറെ ആരും കെട്ടാനില്ലെങ്കിൽ ശാരിക അവൻ കെട്ടിക്കൊള്ളാന്ന്. അതിനുള്ള മറുപടി ഞാൻ അവന്റെ ചെകിട്ടത്താ കൊടുത്തത്. ശാരദയുടെ മക്കളെ ആരും നിനക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന്. അതേ അവനെ തന്നെ ഞാൻ ഇനി കാല് കഴുകി വീട്ടിലേക്ക് സ്വീകരിക്കണം, അല്ലേടി? കൊള്ളാം. അതിനേക്കാൾ നല്ലത് ഞാൻ ഇവിടത്തെ കിണറ്റിൽ കഴുത്തിൽ കല്ലുകെട്ടി ചാടുന്നതാ.
അയ്യോ, നമ്മുടെ കിണറ്റില് വെള്ളം കുറവാമേ. ചാടിയ കാലൊടിഞ്ഞു കിടക്കത്തേ ഉള്ളൂ, ചാവില്ല. ശാലിനി, അമ്മ ഇങ്ങോട്ട് വന്നേ. ഇങ്ങ് വന്നേ, പറയട്ടെ. ഞാൻ പറയട്ടെ, അങ്ങോട്ട് പോ. അവിടെ ഇരിക്കെ, ഞാൻ പറയട്ടെ. എന്റെ മുന്നില് ബാലചന്ദ്രൻ എന്നൊന്നും ഇല്ല അമ്മേ. അയാളുടെ സൗന്ദര്യമോ സ്വഭാവമോ പണമോ അങ്ങനെ ഒന്നും കണ്ടിട്ടല്ല ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. വാസ്തവത്തില് എന്റെ മുന്നിലിപ്പോ ശാരികച്ച് മാത്രമേ ഉള്ളൂ. ആ പാവം, അതിന്റെ കുഞ്ഞു സ്വപ്നങ്ങള്. രാജീവ് സാറുമായി തന്നെ നടക്കണം ശാരികച്ചിയുടെ വിവാഹം. അതിനാദ്യം എന്റെ വിവാഹം നടക്കണമെന്നാണല്ലോ സാറിന്റെ അമ്മയുടെ ഉപാധി. അപ്പൊ നമുക്കത് ചെയ്യേണ്ടി വരും. ആ ശരി, ആയിക്കോട്ടെ. പക്ഷെ ഈ ബാലേന്ദ്രൻ എന്തിന്? അയ്യോ എന്റെ അമ്മേ, മറ്റാരെങ്കിലുമായിട്ട് ഇനി എന്റെ വിവാഹം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? ശാരികേച്ചിയുടെ നിശ്ചയ ചടങ്ങി വെച്ച് തന്നെ അമ്മയുടെ ഈ മകൾക്ക് നല്ല സൽപ്പേര് കിട്ടിയിട്ടുണ്ട് നാട്ടുകാരുടെ മുമ്പിൽ. ആ എസ്റ്റേറ്റ് മാനേജർ പറഞ്ഞതിനേക്കാളും സങ്കല്പിച്ച് കൂട്ടിയിട്ടുണ്ടാവും നാട്ടുകാര് ഇപ്പൊ തന്നെ. പാണന്റെ പാട്ട് പോലെ അത് പലയിടത്തും അങ്ങ് പരക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ആ മാനേജർ തന്നെ ഓരോ കല്യാണവും മുടക്കും. ആ അമേരിക്കക്കാരന്റെ കാര്യം അമ്മ കണ്ടതല്ലേ, അവര് പോയ വഴിക്കൊരു പുല്ല് പോലും മുളച്ചിട്ടുണ്ടാവില്ല. ഇനിയിപ്പോ അതല്ല, ഇതൊന്നും അറിയാതെ ഒരാൾ വന്നെന്നെ കല്യാണം കഴിക്കുകയാണെന്ന് തന്നെ വിചാരിക്കും. അയാൾ എന്തെങ്കിലും ഇതൊന്നും അറിയില്ലെന്നാണോ അമ്മയുടെ വിചാരം? അപ്പൊ എന്താവും എന്റെ ഗതി? താലി പൊട്ടിച്ച് ഇവിടെ വന്ന് നിസ്സഹായായി നിക്കണോ അമ്മയുടെ മോള്? നിക്കണോന്ന്? ഈ ഹോട്ടലും ചുറ്റുവട്ടവും ഒക്കെയായി അമ്മയുടെ ഭാഷയില് മക്കളെ വളർത്താൻ വട്ടക്കൊട്ടയില് വെള്ളം കോരുന്ന മറ്റൊരു ശാരദാമ്മ ആവണോ ഞാൻ? മോളെ, അതുകൊണ്ടാ അമ്മയുടെ മോള് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ബാലേന്ദ്രനെങ്കിൽ ബാലേന്ദ്രൻ. ഏത് മണ്ടനും മരങ്ങോടനും ഈ ശാലിനിക്കിപ്പോ സ്വീകാര്യനാ, അത്ര തന്നെ. പക്ഷെ മോളെ, അമ്മ ഇനിയൊന്നും പറയരുത്. ഇതെന്റെ തീരുമാനോ, ഇതേ ഇനി നടക്കൂ. പിന്നെ ഇതിന്റെ പേരിൽ വീട് വിട്ടിറങ്ങി പോവാ, അല്ലെങ്കിൽ ഒരു ആത്മഹത്യാ ശ്രമം, ഇനി അതുമല്ല മക്കളെ തോൽപ്പിക്കാൻ ഏതെങ്കിലും ആശ്രമത്തിൽ പോയി തങ്ങുക, ഇങ്ങനത്തെ കടുങ്കൈകളെ പറ്റിയൊന്നും അമ്മ ആലോചിക്കരുത്. ഇത് ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി എടുത്ത തീരുമാനമാ. അമ്മ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ച തോറ്റുപോകുന്നത് നമ്മുടെ കുടുംബം മൊത്തത്തില്ല. അതൊന്ന് ഓർമ്മിച്ചാൽ നന്നായിരിക്കും. പ്ലീസ്. ഗുളിക കഴിക്കു കുഞ്ഞെ. എന്തേത്? എന്തിനാ ഇപ്പൊ ഗുളിയൊക്കെ? സാറ് പറഞ്ഞിട്ട് വാങ്ങിച്ച ടാബ്ലറ്റാ കുഞ്ഞെ. ഗർഭിണിയായിരിക്കുമ്പോ കഴിക്കാനുള്ളതാ. ഇതും കൂടി കഴിക്കേ. പൊന്നി, അമ്മ ഇക്കാര്യം അറിയരുത് കേട്ടോ. അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്നോടത് പ്രത്യേകിച്ച് പറയണോ കുഞ്ഞെ? എനിക്കറിയാം കാര്യങ്ങളൊക്കെ. പ്രീതി, അല്ല നീ എന്താ എപ്പോഴും ഇങ്ങനെ മുറി അടച്ചിരിക്കുന്നത്? നിന്നെ ഇപ്പൊ പുറത്തോട്ടൊന്നും കാണാനേ ഇല്ലല്ലോ. അത് അമ്മ,
മോളെ പ്രീതി എന്തു പറ്റി? കുഞ്ഞെ, പ്രീതി പ്രീതി മോളെ പ്രീതി പ്രീതി കുഞ്ഞെ. പ്രീതി മോളെ എന്തു പറ്റി നിനക്ക്? മോളെ പ്രീതി മോളെ